യുവതിയെ ബസ്സിൽ കടത്തിക്കൊണ്ടുപോയി ഒരാഴ്ചയോളം തടവിൽ പാർപ്പിച്ച് കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ജാമ്യത്തിനു ശേഷം ഒളിവിൽ പോയ കേസിലെ ഒന്നാം പ്രതി 27 വർഷത്തിനു ശേഷം അറസ്റ്റിലായി. വർക്കല റാത്തിക്കൽ സ്വദേശി ഇക്ബാലിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 1997 സംഭവം നടന്നത്. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരിയായ 26-കാരി കുളത്തൂപ്പുഴയിൽ പോയി മടങ്ങവേ കുളത്തൂപ്പുഴ വർക്കല റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്ന പെട്രീഷ്യ എന്ന സ്വകാര്യ ബസ്സിൽ തട്ടിക്കൊണ്ടുപോവുകയും വർക്കലയിൽ എത്തിച്ച് ലോഡ്ജുകളിലും റിസോർട്ടിലും തടവിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു. ബസ് ഉടമയുടെ മകനും ബസ്സിലെ കണ്ടക്ടറുമായിരുന്നു പിടിയിലായ ഇക്ബാൽ. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് ഇക്ബാൽ ഉൾപ്പെടെയുള്ള പ്രതികളെ പിടികൂടിയിരുന്നുവെങ്കിലും ജാമ്യത്തിലിറങ്ങിയ ഇയാൾ മുങ്ങുകയായിരുന്നു. ഒളിവിൽ പോയ പ്രതി എറണാകുളം ഉൾപ്പെടെയുള്ള വിവിധയിടങ്ങളിൽ രഹസ്യമായി താമസിച്ച ശേഷം വിദേശത്തേക്ക് കടന്നു. പലതവണ ഇക്ബാലിനെ പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അടുത്തിടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇക്ബാൽ നാട്ടിലെത്തിയെന്ന് അഞ്ചൽ പോലീസിന് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്ബാൽ അറസ്റ്റിലാകുന്നത്. ഇക്ബാലിന്റെ ഭാര്യ വീടായ പുനലൂർ ഐക്കരക്കോണത്ത് നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. അഞ്ചൽ CI ഹരീഷ്, SI പ്രജീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ അൻസർ, വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു.